ഹലോ ഡോക്ടറെ. സിദ്ധു എന്തായി? ഡോക്ടറെ, ഒരു വിവരമില്ല. എനിക്കറിയില്ല ചേച്ചി എവിടെയാ പോയതെന്ന്. ഞങ്ങളോട് പറയാതെ എങ്ങോട്ടും പോകുന്ന ആളല്ല. ഇനി വല്ല അപകടവും പറ്റിക്കാണുന്ന. എനിക്ക് പരിചയമുള്ള സിറ്റിയിലെ ഹോസ്പിറ്റലുകളിലൊക്കെ ഞാൻ വിളിച്ച് തിരക്കി. അവിടെയൊന്നും അഡ്മിറ്റ് ആക്കിയിട്ടില്ല. പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നിന്ന നിൽപ്പില് ഒരാളെ കാണാതാവോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എവിടെയെങ്കിലും പോയതായിരിക്കും. തിരിച്ചു വരുമെന്ന എൻ്റെ പ്രതീക്ഷ. രാത്രി ഇത്രയും ആയില്ലേ? ഇങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ദേവികയുടെ അമ്മ, സിദ്ധുവിൻ്റെ ചേച്ചി, മൊത്തത്തിൽ ഒരു ദുരൂഹതയുണ്ട്. ആ ദുരൂഹത അതാരെങ്കിലും മനഃപൂർവ്വം ഉണ്ടാക്കിയതായിരിക്കുമെന്ന് ഡോക്ടർ വിചാരിക്കുന്നുണ്ടോ? നമുക്ക് എന്ത് വേണമെങ്കിലും വിചാരിക്കാമല്ലോ. പക്ഷേ തെളിവ് അതല്ലേ ഇല്ലാത്തത്. ഡോക്ടറെ, ചന്ദ്ര എനിക്ക് സംശയമുണ്ട്. സംശയിക്കാൻ വീട്ടിൽ അവള് മാത്രമേ ഉള്ളൂ. പിന്നെ പുറത്താണെങ്കിൽ തങ്കച്ചി, ശരത്ത്. ശത്രുക്കളുടെ നിര വലുതായതുകൊണ്ട് ഇതിലാരെ വേണമെങ്കിലും പ്രതിസ്ഥാനത്ത് നമുക്ക് നിർത്താം. പക്ഷേ ഡോക്ടർ പറഞ്ഞത് തന്നെയാണ് ഞാനും നേരിടുന്ന പ്രശ്നം. തെളിവ് അതില്ലാതെ നമ്മൾ എന്ത് ചെയ്യും? എന്തായാലും വിഷമിക്കാതിരിക്കെ. പ്രേമേച്ചി തിരിച്ചു വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. പോലീസും അന്വേഷിക്കുന്നുണ്ടല്ലോ. എത്രയും പെട്ടെന്ന് വിവരം കിട്ടും. ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് ചേച്ചിയെ കാണുന്നത്. ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. സിദ്ധു, സമാധാനപ്പെട്. ഒന്നും സംഭവിക്കില്ല. നമുക്ക് കണ്ടുപിടിക്കാം ഉടൻ തന്നെ. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. വേണ്ട, വിശപ്പില്ല. മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ അച്ഛാ? ഭക്ഷണം കഴിക്കാതിരുന്ന എങ്ങനെയാ? പ്രേമ തിരിച്ചു വരട്ടെ, എന്നിട്ട് കഴിക്കാം. വന്നില്ലെങ്കിലോ? വരും. എന്റെ മോള് തിരിച്ചു വരും. എന്നാ ചേട്ടച്ചൻ വന്ന് കഴിക്കേ. എനിക്ക് വേണ്ട. നീ ഇവിടെ ഇല്ലായിരുന്നു അല്ലേ ചന്ദ്രേ? ഇല്ലായിരുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയിരുന്നു. നിന്റെ അഭിപ്രായത്തിൽ എന്തായിരിക്കും പ്രേമയ്ക്ക് സംഭവിച്ചത്? അവൾ എവിടെ പോയതായിരിക്കും? എനിക്കറിയില്ല ചേട്ടച്ച. അപകടം വല്ലതും പറ്റിക്കാണാനാ സാധ്യത. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ വരില്ല. ഈശ്വര, അവൾക്ക് വേറെ ആപത്തൊന്നും വരാതിരുന്നാ മതിയായിരുന്നു. വിഷമിക്കാതിരിക്കച്ച. പ്രേമിച്ചിക്ക് നിങ്ങൾ കരുതുന്ന പോലുള്ള ആപത്തൊന്നും വരില്ല. പക്ഷേ അവളിതൊരു വിളിക്കുക പോലും ചെയ്തില്ലല്ലോ. ഇതാദ്യമായിട്ടാണ് അവൾ ഇങ്ങനെ പെരുമാറുന്നത്. അവക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ചിലപ്പോൾ ബോധമില്ലായിരിക്കും. ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൾ എന്നെ വിളിച്ചേനെ, അല്ലെങ്കിൽ വന്നേനെ. എന്തായാലും സിദ്ധോട്ട സ്റ്റേഷനിലേക്ക് പോയിരിക്കല്ലേ. പോലീസ് ഇറങ്ങുന്നതോടെ നമ്മുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ പറ്റും.